അടിപൊളിയായിട്ട് കൈ കൊടുക്കണം. എല്ലാവരും ഉഷാറിന്റെ കൈ കൊടുത്തേ. താങ്ക് യു നിഷില. റഹ്മാൻ ഓക്കെ, ലാസ്റ്റ് 2 സോങ് പോവാണ്. 2 സോങ്ങോട് കൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇത്രയും നല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് സെറ്റ് ചെയ്ത ചേട്ടന്മാർക്ക് നല്ലൊരു ഗൈഡ് കൊടുത്ത് എല്ലാവരും കൂടിയിട്ട് ഓക്കെ. ഷിയാബ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തത്. ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറാണ്, ഒഫീഷ്യൽ സൗണ്ട് എഞ്ചിനീയറാണ് ഷിയാബ്ക്ക. താങ്ക് യു. നിൽക്കൂടെ സുൽത്താനോട് സുലഭ ഞങ്ങളുടെ വീഡിയോഗ്രാഫറാണ് നമ്മളുടെ ഷൂട്ട് ചെയ്തത്. എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുത്ത് പുള്ളിക്കാരൻ അതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് സോങ് 2ാമത്തെ സോങ്ങാണ്. ക്ഷീണിച്ചു എല്ലാവരും? നല്ലൊരു അടിപൊളി പാട്ട് പാടിയാലോ? ആ, ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? എന്നാൽ ഒരു DJ സോങ് പാടി വെക്കാം അല്ലേ? എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഗുജറാത്തിക്കാൽ തല കെട്ടിയ മലയാളി അറിയോ? കൂടെ പാടും, ഉറപ്പായിട്ട് പാടും. കൂടെ പാടുന്നു. അടിക്ക് വരുമോ? അടിക്ക് വന്നാൽ അത് വിസിലടിക്കും. ഞാൻ വരാം. ഓക്കെ.
5000 രൂപയ്ക്ക് തഹാനി മെറ്റൽസ് കീശേരിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കൂപ്പൺ എടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഒരു പാട്ടോടുകൂടെ നമ്മുടെ പ്രോഗ്രാം BMSV ഷോ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുമെന്ന് കൂടെ അറിയിക്കുകയാണ്. ഓക്കെ, റെഡിയല്ലേ? പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറല്ലേ? അപ്പൊ ഇനി ഒരുപാട് പാട്ടുകൾ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർക്ക് സമയക്കുറവുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരുപാട് കുട്ടികൾക്കൊക്കെ തിരിച്ച് വീട്ടിൽ പോകാനുണ്ട്. എടാ, താങ്ക് യു. റിക്വസ്റ്റ് വേടന്റെ പാട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അല്ലേ, രാകേഷ് ഇവിടെ ഉണ്ട്. CCMന്റെ രാകേഷ് എന്നെ വിളിച്ചിട്ട് വേടന്റെ പാട്ട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റാപ്പ് സോങ് വേണോ? പ്രയാസാണ്. നമുക്ക് ഒരു അടിപൊളി സോങ് കൂടെ ഉണ്ടാവും. അതോടുകൂടെ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ 5000 രൂപയുടെ കൂപ്പൺ എനിക്ക് തന്നെ കിട്ടണേ എന്നാഗ്രഹിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. തെഹാനി മെറ്റൽസ് കീശേരിയിൽ നിന്ന് 5000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ ഈ വേദിയിൽ വെച്ച് തരും. സ്ഥലത്തില്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ചറിയിക്കും. അപ്പോൾ ഈ കൂപ്പൺ എടുക്കാൻ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ആരെ വിളിക്കണമെന്ന കൺഫ്യൂഷനിലാണ്. വിളിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വരും എന്ന് എനിക്കറിയാം. ഏതാ? ഷാമില് അങ്ങനെ ഒരാൾ മാത്രം വിളിച്ച പ്രശ്നം. നേരത്തെ കുറേ സമയമായിട്ട് എന്നെ പ്രശ്നമല്ലേ? അതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കുസൃതിയായിട്ടൊരു ചോദ്യം ചോദിക്കാൻ പോവാം. അതിൽ കറക്റ്റ് ആൻസർ പറയുന്ന ആള് പെട്ടെന്ന് വേദിയിലേക്ക് ഓടിച്ചാടി വന്ന് നറുക്കെടുപ്പിലേക്ക് പോകാം. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ബാങ്കില്ലേ, ബാങ്ക് നമ്മുടെ മരം. കുസൃതിയാട്ടോ ചോദ്യം. ബാങ്കും ഈ മരത്തിനുള്ളൊരു സംഭവമുണ്ട്. ബാങ്കിൽ പൈസ ഉണ്ട്, മരത്തിന് പൈസ ഉണ്ട്. ബാങ്കും മരവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. വെയിറ്റ്, എന്താ നിങ്ങൾ പറയുന്നത്? സാഹിയോ? മരത്തുമ്പോ പൈസ ഉണ്ടാവോ? ഞാൻ പറഞ്ഞു കുസൃതി ചോദ്യം. ഇവിടെ ഇത്ര സിമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ പരിപാടിക്ക് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ബ്രാഞ്ചോ എന്താ? രണ്ടിനുള്ള സംഭവമാണ്. എന്താ പറയാൻ പറ്റുമോ? എടാ വേഗം പറ. ഇവർ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ബാങ്കും ഈ മരവും രണ്ടിനും ആ സംഭവമുണ്ട്. ഞാൻ തന്നെ നറുക്കെടുക്കാം. പറ്റൂല? ആൻസർ പറ. പെട്ടെന്ന് അമെടുക്കാൻ ഇങ്ങോട്ട് വിട് പെട്ടെന്ന്. അവരാരോ പറഞ്ഞു കൊടുത്താണ്. എന്നാലും ഈ ബാങ്കും ഈ മരവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഞാൻ ഇവിടെ സ്കൂളിൽ കുറെ ഞാൻ അന്ന് വന്ന സമയത്ത് കുറച്ച് ചോദ്യം ചോദിച്ചില്ലല്ലോ. ആദിൽ മാഷ് എന്നോട് പറഞ്ഞു, ആ ചോദ്യം ഞാൻ മാറ്റി പഠിച്ച. എന്താ മോന്റെ പേര്? ഐസിൻ. എന്താ ആൻസർ? ആരാ ഉത്തരം പറഞ്ഞത്? ഉത്തരം ആരാ പറഞ്ഞേ?